റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേസ് ടു സക്സസിലേക്ക് സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം ഒരിക്കൽ കൂടി റേസ് ടു സക്സസിലേക്ക്. നമസ്കാരം. നമ്മൾ വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ഞെട്ടൽ മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ നെഞ്ചിലൊരു വേദനയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ, വയനാട്ടിലെ മേപ്പാടി, മുണ്ടക്കൈ എന്ന ഗ്രാമങ്ങൾ കാണുന്നില്ല, അവിടുത്തെ മനുഷ്യരെ കാണുന്നില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ കാടിലൊക്കെ കയറി രക്ഷപ്പെട്ടു. പലരെയും ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. അതാണ് സംസ്കരിച്ചത്. വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് ആ ഒരു ദിവസം കേരളം ഉണർന്നത്. ശരിക്കും ഈ ഒരു വയനാട് ദുരന്തത്തെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനി ആവർത്തിക്കുമോ? കാര്യം ഒരു മഴ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 24 hours ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പേടിയാണ് ഇപ്പോൾ എല്ലാവർക്കും. വെള്ളം കയറുമോ, ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ സാർ, ഈ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് ആസ് എ എഞ്ചിനീയർ നോക്കിക്കാണുന്നത്? വയനാട്ടിൽ 2024 ജൂലൈ 30 വെളുപ്പിന് 1 മണിക്കും 2 മണിക്കും ഇടയിൽ നടന്നത് കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുരന്തമാണ്. അതെ, വയനാട്ടിലെ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒന്നും പുതിയതല്ല, ധാരാളം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ വലിയ മണ്ണിടിച്ചിൽ തന്നെ വയനാട്ടിലായിരുന്നു 1924. അതിൻ്റെ വാർത്തകളൊക്കെ പഴയ ദിനപത്രങ്ങളിലുണ്ടാവും. 100 വർഷം മുന്നേ അതിൻ്റെ വാർത്തകളൊക്കെ, ഞാനതിൻ്റെ വാർത്ത ഒരു പഴയ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒരു കട്ടിങ്ങിൽ നിന്ന് വായിക്കേണ്ടായി. അത് അന്നുണ്ടായിരുന്ന മലയാള പത്രങ്ങളിലും അതുണ്ടാവും. 100 വർഷം മുമ്പായതുകൊണ്ട് അത് ആളുകളുടെ ഓർമ്മയിലുണ്ടാകില്ല എന്ന് മാത്രം. അപ്പോൾ അവിടെ പുതിയതല്ല. പക്ഷേ ഇതേ അളവിൽ, ഈ മാഗ്നിറ്റ്യൂഡിൽ ഒരു സർവനാശം ഇതുവരെ കേരളത്തിൽ എവിടെയും സംഭവിച്ചിട്ടില്ല. കാരണം മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ ഒരു വാർഡെന്ന് പറയുമ്പോൾ ശരാശരി ഒരു 1000 ജനങ്ങളെങ്കിലും ഉള്ളതാണ് ഒരു വാർഡെന്ന് പറയുന്നത്. 1000 തൊട്ട് 1500 വരെ ജനങ്ങൾ വരാം. അങ്ങനെ 3 വാർഡിലെ ഏതാണ്ട് ജനവാസ മേഖല മൊത്തമായിട്ട് കഴുകി കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പാത്രത്തിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് കഴുകി പോലെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, കഴുകി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ചരിത്രപരമായി തന്നെ ഒരു വലിയ ദുരന്തമായിട്ട് മാറുകയാണ്. അത് മണ്ണിടിച്ചിൽ മാത്രമല്ല, അവിടെ കുത്തൊഴുക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. മണ്ണിടിച്ചിൽ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മണ്ണിടിച്ചിലും ഒഴുക്കും രണ്ടും വ്യത്യസ്തമായ 2 പ്രക്രിയയാണ്. ഇപ്പോൾ പെട്ടിമലയിൽ നടന്നത് മണ്ണിടിച്ചിലായിരുന്നു. മൂന്നാർ പെട്ടിമലയിൽ നമുക്കറിയാം, അതിൻ്റെ വാർഷികമൊക്കെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ആഘോഷിച്ചതേ ഉള്ളൂ. അവിടെ നടന്ന ഒരു മണ്ണിടിച്ചിലായിരുന്നു. പക്ഷേ ഇത് ഒരു കുത്തൊഴുക്കും കൂടിയായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തമായി മാറുകയാണ് ചെയ്തത്. അതാണ് വയനാടിൻ്റെ ഒരു പ്രത്യേകത. ഇനിയും ഇങ്ങനെ സംഭവിക്കില്ലെന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പ്രകൃതി നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഇതുവരെ സംഭവിച്ചതിൽ മലയാളിക്കറിയാവുന്നത് മാത്രമല്ല, ഇന്ത്യയിൽ സംഭവിച്ച മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലിൽ ഏറ്റവും വലുത് ഇത് തന്നെയാണ്. നാശങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ആ ഏരിയ വെച്ച് നോക്കുമ്പോൾ, മനുഷ്യജീവനുകളുടെയും മനുഷ്യ സ്വത്തുക്കളുടെയും നാശം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ദുരന്തം ഇത് തന്നെയാണ്. ഇത് ആവർത്തിക്കാം. കാര്യം നമ്മളിത് കാണുന്നത് ആദ്യമായിട്ടല്ല, ഉരുൾപൊട്ടൽ കാണുന്നത് ആദ്യമായിട്ടല്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കുന്നുണ്ട്, ആളുകൾക്ക് അപായം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഇത് ആവർത്തിക്കാം അല്ലേ? ഉറപ്പായിട്ട് ആവർത്തിക്കും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ വയനാട്ടിലെ ഉരുൾപൊട്ടൽ 100 വർഷം മുമ്പ് നടന്നതാണ്. ഒരു 2 പതിറ്റാണ്ട് മുമ്പ് ഇതിനടുത്ത് തന്നെയുള്ള കുത്തുമല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇപ്പോഴ് ഈ കുത്തുമലയ്ക്ക് അടുത്തുള്ള പുത്തുമലയിൽ നിന്നാണ് ഇപ്പം ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. വയനാട് മാത്രമല്ല, കേരളത്തിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. എന്തിന്, ISRO പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ പാലക്കാട് ജില്ലയിൽ തന്നെ 32 കേന്ദ്രങ്ങൾ സ്ഥിരമായിട്ട് ഉരുൾപൊട്ടലിനുള്ള സാധ്യത. അതിൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതി ഭാഗമാണ്. നെല്ലിയാമ്പതി, മണ്ണാർക്കാട് ഭാഗങ്ങളിലെ ഉരുൾപൊട്ടൽ പാലക്കാട് ജില്ലയിൽ ഇടയ്ക്കിടയ്ക്ക് വാർത്തയാകാറുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നിരവധി, ഇപ്പോൾ 3000-ന് മേലെ സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ സാധ്യത കണ്ടെത്തിയിരിക്കുന്നതിൽ, സാറ്റലൈറ്റ് സർവേ വഴി കണ്ടെത്തിയിരിക്കുന്നതിൽ ഏതാണ്ട് 2/3 ഭാഗവും ദക്ഷിണേന്ത്യയിലാണ്. ആ 2/3 ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസ് ഉള്ളത് കേരളത്തിലാണ്.
അപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യത കേരളത്തിൽ വളരെ അധികമാണ്, നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. ഇനിയും പലയിടത്തും നമുക്ക് കേൾക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ളതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് മാത്രമേ നമ്മൾ ഗണിക്കേണ്ടതുള്ളൂ. ആളുകളുടെ ജീവനുകൾ, പൊലിയുന്ന ജീവനുകളുടെ ആണ് വില കൂടുതൽ. ഈ അവർ സമ്പാദിച്ചിരുന്ന സ്വത്തുക്കളൊക്കെ താൽക്കാലികമാണ്, അതൊക്കെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വത്തുക്കളാണ്. പക്ഷേ മനുഷ്യജീവന്റെ വിലയുമായിട്ട് അതിന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ തന്നെ അനൗദ്യോഗിക കണക്കനുസരിച്ച് 400 മേലെ ജീവനുകൾ പൊലിഞ്ഞു എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 200ഓളം പേരെ, 160 മുതൽ 200ഓളം പേരെ കാണാതായതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതും അവരിനി ജീവിച്ചിരിക്കാനുള്ള സാധ്യത നമുക്കിപ്പം ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട്, ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് ജീവിച്ചിരിക്കാനുള്ള സാധ്യത തുച്ഛമാണ്. ഇനി ആരെങ്കിലും ജീവനോടുകൂടി എവിടെയെങ്കിലും നിന്ന് കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രം കരുതിയാൽ മതി. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്? അത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇത് പ്രകൃതി തന്നെ അങ്ങ് ഉണ്ടാക്കുന്നതല്ല, അത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണോ? ഒരു ജലബോംബാണോ ഇത്? അത് ഇത്രയും അധികം, ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത്രയും അധികം നാശം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു ഉരുൾപൊട്ടൽ കാരണം ഇത്രയും സ്ഥലങ്ങൾ, ജീവനുകളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ, എങ്ങനെ സംഭവിക്കുന്നു? അത് ഈ ഉരുൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും തമിഴിലും ഉരുളുന്നതിനെയാണ് ഉരുൾ എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ ടങ് ട്വിസ്റ്റേഴ്സ് പറയാറുണ്ട്. തണ്ടുരുളും തടിയുരുളും തടിമേലൊരു ചെറുമണി കുരുമുളക് ഉരുളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉരുളുന്ന എന്തിനേയും ഉരുളെന്ന് പറയാം. അപ്പോൾ ഈ മണ്ണിടിയുമ്പോൾ അത് മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ മതിയാവും. ഇംഗ്ലീഷിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ലാൻഡ് സ്ലിപ്പ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ പല രീതിയിൽ. ഇനി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമായിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. മണ്ണാണെങ്കിൽ മാത്രമേ മണ്ണിടിച്ചിലാവുള്ളൂ. ഉരുൾപൊട്ടലിൽ മണ്ണ് തന്നെ ആയിക്കൊള്ളുന്നില്ല, മണ്ണും പാറയും എല്ലാം കൂടി വരുമ്പോൾ ഉരുൾപൊട്ടലാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം സോയിൽ മെക്കാനിക്സ്, മണ്ണിൻ്റെ ശാസ്ത്രം ഇതിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ഭൂമിയിലുള്ള മണ്ണെല്ലാം ഉണ്ടായിരിക്കുന്നത് പാറ പൊടിഞ്ഞിട്ടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അത് ലെറ്റേഴ്സ് ടു എ ഡോട്ടർ എന്ന് പറഞ്ഞ് ആദ്യം പ്രസിദ്ധീകരിച്ചിട്ട് പിന്നീട് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പുനർനാമകരണം ചെയ്തൊരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം ഈ മണ്ണുണ്ടാകുന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചരിത്രകാരൻ്റെ വിവക്ഷയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പാറക്കഷ്ണം ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി 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 ഉരുണ്ടുരുണ്ടുരുണ്ട് പൊടിഞ്ഞ് മണ്ണായി മാറുന്നു. എന്നിട്ട് അവസാനം അതൊരു ചെറിയ പാറയായിട്ട്, ഉരുളൻ കല്ലായിട്ട് താഴേക്ക് വരുന്നു. അത് വളരെ ഭംഗിയായിട്ട് അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യമാണ്. ഈ ഭൂമിയിൽ ആദ്യകാലത്ത് മണ്ണും പാറയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ആദ്യകാലത്തുണ്ടെന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ ഋഗ്വേദത്തിൻ്റെ തുടക്കത്തിൽ നാസദാസിന്ന സദാസിത്തദാനി നസിദ്രജന വ്യോമാപരോയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാം ഒരു വാതക രൂപത്തിലൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് സത്യമാണ്, ശാസ്ത്രമനുസരിച്ച് അത് സത്യമാണ്. ഒരു ദ്രവരൂപത്തിൽ കൂടി ആയിരുന്നില്ല, ആദ്യം വാതക രൂപത്തിലായിരുന്നു, പിന്നീട് ദ്രവരൂപത്തിലായി. ദ്രവരൂപത്തിൽ നിന്നാണ് പിന്നീട് ഖരരൂപത്തിലേക്ക് വന്നത്. അതായത് ഈ ഭൂമി ഘനീഭവിച്ച് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായത് ദ്രാവക രൂപമാണ്. വാതക രൂപത്തിൽ നിന്ന് ദ്രാവക രൂപമുണ്ട്. ഈ ദ്രാവക രൂപത്തെയാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. അതിന്നും ഭൂമിയുടെ ഉള്ളിൽ പലയിടത്തും ഈ ലാവയുണ്ട്. ഖരമാകാതെ ലിക്വിഡായിട്ട് ദ്രവരൂപത്തിൽ ഇപ്പോഴും ലാവയായിട്ട് ഭൂമിയുടെ ഉള്ളിൽ. പണ്ട് പറഞ്ഞിരുന്ന ഭൂമിയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുട്ടയുടെ അകത്ത് പോകുമ്പോൾ മഞ്ഞക്കരു കാണുന്ന പോലെ മൊത്തത്തിലൊരു ലാവയുടെ ഒരു കേന്ദ്രമാണ്. അതിന് മുകളിലാണ് ഇത്ര ഖരരൂപം ഉണ്ടെന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ല, പോക്കറ്റുകളാണ് ഇപ്പോൾ ലാവകൾ. അല്ലാതെ മൊത്തത്തിലൊരു മഞ്ഞക്കരു പോലെ ഭൂമിയുടെ ഉള്ളിൽ ലാവയല്ല, പോക്കറ്റുകളിൽ ലാവകളുണ്ടെന്ന്. അപ്പോൾ ലാവ എങ്ങനെയോ ആയിക്കോട്ടെ, ഈ ലാവ പതുക്കെ ഘനീഭവിച്ച് ഖരരൂപത്തിലേക്കായി. ഇനി ഖരരൂപത്തിലാകാത്തടത്ത് തന്നെ അത് ചിലയിടത്ത് ഈ പച്ചമുട്ട പൊട്ടിയാൽ പുറത്തേക്ക് മഞ്ഞയും വെള്ളയും വരുന്ന പോലെ അത് പുറത്തേക്ക് വന്നു ചിലയിടത്ത്. അങ്ങനെ പൊട്ടിപ്പുറത്തേക്ക് വന്നതാണ് നമ്മൾ ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടിപ്പുറത്തേക്ക് വന്നത് പെട്ടെന്ന് തണുത്തു. കാരണം ആ സമയമായപ്പോഴത്തേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ആദ്യകാലത്ത് ഭയങ്കര ചൂടായിരുന്നു, ആവിയായിരുന്നു എല്ലാം. ഈ ആവി തണുത്ത് കുറേ കഴിഞ്ഞപ്പം മഴ പെയ്തു തുടങ്ങി. ആവി ഘനീഭവിച്ചിട്ട് മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഈ മഴ പെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഭൂമിയുടെ അന്തരീക്ഷം തണുത്തു തുടങ്ങിയത്. അതൊക്കെ കോടാനുകോടി വർഷങ്ങളെടുത്തിട്ടാണ് ഈ മഴയൊക്കെ തുടങ്ങിയത് തന്നെ. ഭൂമിയുടെ ആയുസ് ഏകദേശം 450 കോടി വർഷമാണെന്ന് പറയാറുണ്ട്. അതിലെത്രയോ കോടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മഴയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ മഴയൊക്കെ തുടങ്ങി വന്നു കഴിഞ്ഞപ്പം അത് ആവിയിൽ നിന്നാണ് മഴ ഉണ്ടായത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആവിയിൽ നിന്നാണ് മേഘമുണ്ടാകുന്നത്, മേഘത്തിൽ നിന്നാണ് മഴ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആവി ഇങ്ങനെ പെയ്ത്
തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഭൂമിയുടെ പുറന്തോട് കുറേശ്ശെ തണുത്തു തുടങ്ങി. അപ്പോൾ ഈ ദ്രാവക രൂപത്തിലുണ്ടായിരുന്ന ലാവ അത് പാറയായി മാറി. അങ്ങനെയാണ് ഈ പാറയുടെ പുറന്തോട് ഭൂമിക്കുണ്ടാകുന്നത്. ഈ പാറയുടെ ഉള്ളിലുണ്ടായിരുന്ന ദ്രവരൂപത്തിലുള്ള ലാവ പിന്നെയും പലയിടത്ത് പൊട്ടി വന്നു. അതും ഈ മഴയും കാറ്റും, അപ്പോഴത്തേക്ക് മഴയും കാറ്റും ഒക്കെ പതുക്കെ പതുക്കെ തുടങ്ങി. അതൊക്കെ ഏറ്റു വീണ്ടും ഘനീഭവിച്ചു. അങ്ങനെ പാറകളാണ് ഭൂമിയുടെ പുറന്തോടിൽ ആദ്യം ഉണ്ടായത്. ഈ പാറകൾ പ്രകൃതിശക്തി, അപ്പോൾ ഈ പ്രകൃതിശക്തി നമ്മളിപ്പോൾ പറയുന്ന മഴയും വെയിലും കാറ്റും ഒക്കെ ഏറ്റേറ്റ് കുറേശ്ശെ കുറേശ്ശെ പൊടിഞ്ഞു പോയി. അതിനാണ് മെറ്റമോർഫിസം, രൂപാന്തരം എന്ന് ഇംഗ്ലീഷിൽ എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മെറ്റമോർഫിക് ആക്ടിവിറ്റി കൂടെ പാറ പതുക്കെ പതുക്കെ പൊടിയായി മാറി. ആരംഭ രൂപം പാറയാണ്. അപ്പോൾ ഇപ്പോഴും ഭൂമിയുടെ എല്ലാ ഭാഗത്തും പാറയുണ്ട്. പക്ഷേ പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണായത് അതിന് മുകളിൽ ചിലയിടത്തുണ്ട്. ഇപ്പോഴും ഭൂമിയുടെ രൂപം അതാണ്. ചില ഭാഗത്ത് മണ്ണുണ്ട്, ചില ഭാഗത്ത് പാറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മണ്ണുള്ളത് തന്നെ പാറയുടെ മുകളിലായിരിക്കും. അപ്പോൾ പാറയുടെ മുകളിലുള്ള മണ്ണ് പല ഭാഗത്തും പല കനത്തിലാണ്. ഒട്ടും മണ്ണില്ലാത്ത സ്ഥലമുണ്ട്, മീറ്റർ കണക്കിന് മണ്ണ് ആഴത്തിലുണ്ട്. പക്ഷേ അതിന് താഴെ പാറ ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് ഭൂമിയുടെ ഒരു രൂപാന്തരം. അല്ല ഒരുപാട് ആഴത്തിലേക്ക് മനുഷ്യന് അത്ര ആഴത്തിലൊന്നും ഭൂമിയിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ മനുഷ്യന് ഭൂമിയിൽ കുഴിച്ചെത്താൻ പറ്റിയ ഹൈറ്റ് എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. അതിൽ കൂടുതൽ കുഴിച്ചെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 12 കിലോമീറ്ററിനകത്ത് താഴേക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 12 കിലോമീറ്റർ കുഴിച്ചാലും പലയിടത്തും പല രൂപത്തിലാണ്. ഇപ്പോൾ ഒരു വീടിന് വേണ്ടി കുഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി കുഴിച്ചാൽ തന്നെ ചിലയിടത്ത് 1 മീറ്റർ താഴെ പാറയുണ്ടാവും, ചിലയിടത്ത് 5 മീറ്റർ താഴെ പാറയുണ്ടാവും. അതനുസരിച്ച് ഫൗണ്ടേഷൻ നമ്മൾ മാറ്റി കൊടുക്കുന്ന രീതിയുണ്ട്. അതുപോലെ ഈ മണ്ണിൻ്റെ കനം പലയിടത്തും പലതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മലകളൊക്കെ പാറയാണോ മണ്ണാണോ എന്ന് നമുക്ക് കാഴ്ചയിൽ പറയാൻ പറ്റില്ല. എന്നാൽ ചിലയിടത്ത് പാറ പുറത്ത് കാണാം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉള്ള മലയെന്ന് പറയുന്നത് കല്ലടിക്കോടൻ മലകളെന്ന് പറയും. അതായത് ഒരു മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് തുടങ്ങി വാളയാർ വരെ. വാളയാറിലാണ് ആ മല അവസാനിക്കുന്നത്. ഈ പശ്ചിമഘട്ടത്തിൽ തന്നെ മലയ്ക്കൊരു ബ്രേക്ക് ഏറ്റവും കൂടുതലുള്ളത് വാളയാറാണ്. വാളയാർ ചുരം, ഘട്ട്, വാളയാർ ഓപ്പണിംഗ് ആണത്. ഈ പശ്ചിമഘട്ടത്തിൽ ഉള്ള ഓപ്പണിംഗ് ആണ് വാളയാർ ഓപ്പണിംഗ്. അത്രയും വലിയൊരു ഓപ്പണിങ് പശ്ചിമഘട്ടത്തിൽ വേറെ എവിടെയില്ല. അപ്പോൾ ആ പാറ, അതായത് ഈ മണ്ണാർക്കാട് മുതൽ വാളയാർ വരെയുള്ളത് തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്നത് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പാറയുടെ മലയാണ്, പാറയാണ്. അവിടെ മണ്ണില്ല, പാറയാണ്. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല. വാളയാർ ഭാഗത്തേക്ക് വരുമ്പോൾ ആ പാറ തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം കല്ലടിക്കോട് നിന്ന് വരുമ്പോൾ അധികവും ഉറച്ച പാറയുള്ള ഒരുപാട് മലകളുണ്ട്. ആ ഉറച്ച പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ നീസ്, ബസാൾട്ട് എന്നൊക്കെ പറഞ്ഞ നല്ല കടും ഗ്രാനൈറ്റൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ, നല്ല കട്ടിയുള്ള പാറകളുള്ള പ്രദേശം. എന്നാൽ വാളയാർ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പം ആ പാറയുടെ ഉള്ളിൽ മുഴുവൻ വെള്ളാരം കല്ലാണ്, സോഫ്റ്റ് റോക്കാണ്. വെള്ളാരം കല്ലെന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ പാറ കുറച്ചുകൂടെ സോഫ്റ്റാണ്. ഈ വെള്ളാരം കല്ലിനുള്ളൊരു പ്രത്യേകത, അത് വെള്ളത്തിൽ കുറേശ്ശെ അലിയുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ കട്ടി റോക്കായ ബസാൾട്ട്, നീസ്, ഗ്രാനൈറ്റ് അങ്ങനെയുള്ളതൊന്നും വെള്ളത്തിൽ അലിയില്ല. അത് എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ വെള്ളത്തിൽ കിടന്നാലും അതിനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ വെള്ളാരങ്കല്ല് അങ്ങനെയല്ല. ആ വെള്ളാരങ്കല്ലാണ് മലബാർ സിമെൻറ്റ്സ് തുടങ്ങിയ ACC തുടങ്ങിയ ഫാക്ടറികളൊക്കെ സിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. അത് കാൽഷ്യം കാർബണേറ്റ് ആണ്, ചുണ്ണാമ്പാണത്. അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചുണ്ണാമ്പ് പൊടിയാവും. അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ മലനിരകളിൽ തന്നെ പലതരത്തിലുള്ള, അത് ഓരോരോ കാലത്തുണ്ടായതായിരിക്കും. അപ്പോൾ അങ്ങനെ ലേയേഴ്സ് ഉണ്ട് ഭൂമിയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് ഭാഗത്തുള്ള മലകളിൽ പലതും, ഞാൻ 2 ആഴ്ച മുമ്പ് വയനാട് പോയിരുന്നു. ഈ വയനാട് ഭാഗത്തുള്ള മലകളിൽ പലതിലും പാറയേക്കാൾ അധികം ഡീബ്രിയാണ്. ഡീബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണും പാറ പൊട്ടിയുണ്ടാകുന്ന ഉരുളും, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ഡീബ്രി എന്ന് പറയുന്നത്. അതായത് ഒരു അവക്ഷിപ്തം. ഈ അവക്ഷിപ്തമാണ് മലകളിൽ കൂടുതൽ. ഈ വയനാട്ടിലുള്ള മിക്കവാറും എല്ലാ മലകളിലും പാറ വളരെ താഴെയായിരിക്കും. ഈ മണ്ണിൻ്റെ കൂനയാണ് മുകളിലോട്ട് വരുന്നത്. ഈ മണ്ണിൻ്റെ കൂന ഇപ്പോൾ പുത്തുമലയായാലും കുത്തുമലയായാലും മുണ്ടയ്ക്ക ഭാഗത്തുള്ള മലകളാണെങ്കിലും ഇതിലൊക്കെ മൺമലകളാണ്. ഈ മൺമലകൾക്കുള്ളൊരു പ്രത്യേകത, മൺമലകൾ മണ്ണിൻ്റെ പല രൂപാന്തരങ്ങൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണിന് പല രൂപങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിന് ശാസ്ത്രീയമായ വശമുണ്ട്. മണ്ണിൻ്റെ സൈസ് 1 മില്ലിമീറ്ററിൻ്റെ 1000-2 താഴെയാണെങ്കിൽ, 0.002 മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ അതിനെ നമ്മൾ കളിമണ്ണെന്ന് പറയും, ക്ലേ. ഈ കളിമണ്ണെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമാണ്, സിമെൻറ്റിനേക്കാൾ സൂക്ഷ്മമാണ്. സിമെൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു
മില്ലിമീറ്ററിൻ്റെ 1009 സൈസ് വരെയാണ് സിമെൻറ്റ്. ഇത് 1002 സൈസേ ഉള്ളൂ. അപ്പോൾ സിമെൻറ്റിനേക്കാൾ സൂക്ഷ്മമാണ് ഈ കളിമണ്ണ്. ഈ കളിമണ്ണ് വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം തന്നെയായിട്ട് നിൽക്കും. അത് ചേറാവില്ല, വെള്ളം തന്നെയാണ് അത്. പക്ഷേ ആ വെള്ളത്തിനകത്ത് ഈ കളിമണ്ണ് ചേരുമ്പോൾ ഇതിനൊരു ചുവന്ന കളറുണ്ടാവും. കളിമണ്ണിന് പല കളറുണ്ട്. ചുവപ്പും മഞ്ഞയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. വെള്ളയുമുണ്ട്. ഇപ്പോൾ പോഴ്സലൈനൊക്കെ ഉണ്ടാക്കുന്ന കളിമണ്ണ് വെള്ള നിറമാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറും. ഈ കളർ മാറുന്നതിനെ അത് ടർബിഡ് വാട്ടർ എന്ന് നമ്മൾ പറയും. കാരണം വെള്ളത്തിനകത്ത് സൂക്ഷ്മ കണികളാണ്, അതിസൂക്ഷ്മ കണികളാണ്. മറിച്ച് ഈ കളിമണ്ണിൻ്റെ സൈസിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുള്ളത് കളിമണ്ണിൻ്റെ 10 ഇരട്ടി സൈസ് വരെ ആകുമ്പോൾ നമ്മളതിനെ സിൽറ്റ്, എക്കൽ എന്ന് പറയും. ഈ എക്കലിനുള്ളൊരു പ്രത്യേകത, അത് വെള്ളത്തിൽ കലർന്നാലും എവിടെങ്കിലും എത്തുമ്പോൾ അത് അവിടെ കട്ടിയായിട്ട് നിൽക്കും. എവിടെയെങ്കിലും വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് ചെയറായി മാറും. അപ്പോൾ ഈ ചെയർ ഉണ്ടാക്കുന്നത് സിൽറ്റാണ്. മറിച്ച് ഈ കളിമണ്ണ് വെള്ളത്തിൽ ചെയർ ഉണ്ടാക്കില്ല, വെള്ളത്തിൻ്റെ നിറം മാറ്റുന്നതേ ഉള്ളൂ. ഈ വെള്ളത്തിൻ്റെ നിറം മാറ്റം ഒരുപക്ഷെ മനുഷ്യന് ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല, പല മൃഗങ്ങൾക്കും ഈ വെള്ളത്തിൻ്റെ നിറം മാറ്റം അറിയാം. കളിമണ്ണ് വെള്ളത്തിൽ ചേർന്നു കൂടുതലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയോ മണ്ണ് ഇളകിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ പലരും പറയുന്നുണ്ടായിരുന്നു വയനാട് ഭാഗത്ത് ഒരൊറ്റ വന്യമൃഗം പോലും ഈ വെള്ളപ്പൊക്കത്തിൽ വന്നില്ല എന്ന്. മൃഗങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളതാണ്. ഇത് ഉരുൾ പൊട്ടുന്നതിന് മുന്നേ തന്നെ ഈ കളിമണ്ണിൻ്റെ അംശം വെള്ളത്തിനകത്തേക്ക് കലർന്നിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറും. മനുഷ്യൻ എന്തുകൊണ്ടാണ് ബുദ്ധി വന്നില്ല എന്ന് അറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ സുനാമിയിൽ ഒരുപാട് പേരെ രക്ഷപ്പെട്ട ഹോങ്കോങ്ങിലൊരു കുട്ടി സുനാമി വരുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ തീരത്തുണ്ടായിരുന്നവരൊരു എല്ലാവരും, ഇല്ലെങ്കിൽ അവരെല്ലാം മരിച്ചു പോകാനും. കാരണം സുനാമി വേവ് 100 അടി പൊക്കത്തിലൊക്കെയാണ് വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അതങ്ങ് വലിച്ചുകൊണ്ട് പോകും കടലിലേക്ക്, അതിനടിപ്പെട്ട് പോകും. ഒരു കുട്ടി ഇതാ സുനാമി വരാൻ പോകുന്നതെന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടവർ ഓടിപ്പോയി. ആ കുട്ടിക്ക് അതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനാമി വരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ കടലങ്ങ് ഉള്ളിലേക്ക് വലിയും. അത് പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ്. കാരണം സുനാമി വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യം. അത് വളരെ കൂടുതലായതുകൊണ്ട് കടലിന് മീറ്ററോളോ കിലോമീറ്ററുകളോ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു അടുത്ത തിരമാല വരാൻ പോകുന്നത്, വലിയ തിരമാല. ഇത് അറിയാമെങ്കിൽ നമുക്ക് സുനാമി വരുന്നതിന് മുന്നേ തന്നെ സൂചന കിട്ടും. അതുപോലെ ഒരു കാതലായ ഉരുൾപൊട്ടൽ വരുന്നതിന് മുമ്പ് ജലസ്രോതസ്സുകളിലെ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കും. ഒന്നിലത് ഈ കളിമണ്ണിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കളിമണ്ണിൻ്റെ നിറത്തിലേക്ക് പോകും. ഒന്നിലത് ചുവപ്പ്, അല്ലെങ്കിൽ ചെങ്കല്ല് നിറം, അല്ലെങ്കിൽ മഞ്ഞിച്ച നിറം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ നിറം, ഇതിലേതെങ്കിലും. ഇത് നാട്ടുകാർക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്നറിയില്ല. ഇതിൻ്റെ അർത്ഥം മലമുകളിൽ എവിടെയോ മണ്ണിളകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മണ്ണിളകുന്ന ഒരു സൂചനയാണ്. ഇളകുന്ന മണ്ണാണ് ഒഴുകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് അത് പത്രവാർത്ത വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായി. ആനകളൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോയി അത്രേ. കാട്ടുമൃഗങ്ങളൊന്നും വെള്ളത്തിൽ ഒഴുകി വന്നില്ല, മനുഷ്യൻ മാത്രമേ പെട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധം മനുഷ്യനിലുണ്ടായില്ല. കാരണം ഈ മൃഗങ്ങൾക്കൊക്കെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ പ്രകൃതിയെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ദുരന്തം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ സിൽറ്റാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒഴുകി വന്നതിൽ ഈ ക്ലേ ആദ്യം ഒഴുകി വന്ന് കാണും, അതാരും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് സിൽറ്റ് ഒഴുകി വരും. സിൽറ്റ് ഒഴുകി വരുന്നത് ഈ വെള്ളപ്പാച്ചിലാണ് ഒഴുകി വരുന്നത്. അവിടെ വയനാട്ടിൽ ശരിക്കുണ്ടായത് മലയിടിച്ചിൽ മാത്രമല്ല, മണ്ണൊലിപ്പ് മാത്രമല്ല, കുത്തൊഴുക്കും കൂടെ ഉണ്ടായി. ഇത് രണ്ടാണ്. അതായത് ഇപ്പോൾ കുത്തൊഴുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ കുത്തൊഴുക്ക് ഉണ്ടാകണമെന്നില്ല. പലയിടത്തും മണ്ണിടിയുമ്പോൾ മണ്ണ് മാത്രം ഇടിഞ്ഞ് താഴേക്ക് വരികയാണ്. ഈ കുത്തൊഴുക്ക് ഉണ്ടാകണമെങ്കിൽ എവിടെയോ ജലം സംഭരിക്കപ്പെട്ടിട്ടുണ്ടാകണമെന്നാണ്. ഉദാഹരണത്തിന് ഒരു വലിയ കുടത്തിനകത്ത്, ഒരു മൺകുടത്തിനകത്ത് നമ്മൾ വെള്ളം സംഭരിച്ച് വെച്ചു എന്ന് വെച്ചോളൂ. 100 കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ച് വെച്ചാൽ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഓരോ ഓട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഓട്ടയുടെ ചുറ്റുഭാഗവും പൊട്ടിയിട്ട് വെള്ളം ഒന്നിച്ച് പുറത്തേക്ക് ചാടി വരും. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ ഒരോട്ട വീണാൽ മതി, പിന്നീട് ആ ഓട്ട വലുതായിട്ട് പെട്ടെന്നായിരിക്കും പിന്നീട് എല്ലാം പൊട്ടിപ്പൊളിയുന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത സ്പീഡിൽ പൊട്ടിപ്പൊളിയും. ഇതുപോലെ എനിക്ക് മനസ്സിലാകുന്നത് ഈ പുത്തുമല ഭാഗത്ത് എവിടെയോ ഈ മലയുടെ ഇടുക്കുകളിൽ, അതിനകത്തും പല മലയിടുക്കുകളുണ്ടാവും. ഈ മലയിടുക്കുകൾക്ക് വലിയ വ്യാപ്തി ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ റവായൻ എന്ന് പറയും. അതായത് മലയുടെ ഈ വെള്ളക്കെട്ട് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കാര്യമായ ജലം ശേഖരിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പോയി ആരും പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. അങ്ങനെ ജലം ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന്, ഉദാഹരണത്തിന് ഈ കടൽ തീരത്ത് നമുക്കറിയാം, മഴക്കാലത്ത് കായലിലെ വെള്ളത്തിൻ്റെ ജലപ്പ് നിരപ്പ് പൊങ്ങിക്കഴിയുമ്പോൾ ഈ കായലിനെയും കടലിനെയും കൂടി വേർതിരിക്കുന്ന ബണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖത്തിനടുത്തായിട്ടുള്ള ബണ്ടുകളുണ്ട്.
അത് ഈ വെള്ളത്തിൻ്റെ ലെവല് സാധാരണ അത് പൊട്ടിച്ചു വിടുക ചെയ്യുന്നത് വെള്ളപ്പൊക്കക്കാലത്ത്. അഴിമുറിക്കുക എന്ന് പറയും. അഴിമുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിനെയും കടലിനെയും ബന്ധിക്കുന്ന ആ ഒരു ചിറ, ആ ചിറ മുറിച്ചു വിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരയിൽ നിന്നൊഴുകി വരുന്ന മഴവെള്ളത്തിൻ്റെ ലെവൽ കൊണ്ട് കായലിലെ വെള്ളം പൊങ്ങും. അത് മുഴുവൻ കടലിലേക്ക് വലിഞ്ഞു പോകാൻ വേണ്ടി ഇത് മുറിച്ചു വിടും. പക്ഷേ ചിലപ്പോൾ ഇത് തന്നെ മുറിയുമ്പോൾ ഭയങ്കര അപകടകരമാണ്. കാരണം തന്നെ മുറിയുമ്പോൾ അടുത്തുള്ള വീടുകളെയൊക്കെ ഇത് വലിച്ച് ചിലപ്പോൾ കടലിലേക്ക് അങ്ങ് കൊണ്ടുപോകും. നമ്മൾ മുറിച്ചു വിടുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഇത് ഈ അഴി മുറിയുന്നത് പോലെ ഇത് സ്വയം എവിടെയോ ഒന്ന് പൊട്ടി കഴിയുമ്പം ഈ സംഭരിച്ചു വെച്ചിരുന്ന ജലം മുഴുവൻ ഒന്നിച്ചൊഴുകി വരും. ഈ ഒഴുകി വരുന്ന ജലത്തിന് ഊർജം കൂടുതലാണ്. എന്നുവെച്ചാൽ ജലത്തിന് 2 തരത്തിലുള്ള ഊർജ്ജമുണ്ട്. ഒന്ന് സ്ഥാനികോർജ്ജം എന്ന് പറയും. സ്ഥാനികോർജ്ജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അതിനുള്ള ഊർജ്ജം. അത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. 10 മീറ്റർ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം സൈഡിലേക്ക് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 5 ടണ്ണായിരിക്കും. ഓരോ മീറ്ററിനും 1/2 ടൺ വെച്ച് സൈഡിലേക്ക് ലോഡ് കൊടുക്കും. അത് വളരെ എളുപ്പം, ഒരു ട്രയാങ്കുലർ വേരിയേഷനാണ്. അപ്പോൾ 10 മീറ്റർ പൊക്കത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് സൈഡിലേക്ക് കൊടുക്കുന്ന പ്രഷർ 5 ടണ്ണായിരിക്കും. അപ്പോൾ 100 മീറ്റർ പൊക്കത്തിൽ, ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഏകദേശം 144-146 അടി റേഞ്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏകദേശം 45 മീറ്റർ. അപ്പം 45 മീറ്റർ വെള്ളം സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷർ, മർദ്ദം ഏകദേശം 22-23 ടൺ വരും. അപ്പോൾ അത്രയും താങ്ങാൻ ആ പോയിന്റിന് കഴിഞ്ഞില്ലെങ്കിലാണ് ഈ പൊട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിന് സാധാരണ കട്ടിയുള്ള മണ്ണ് അതൊക്കെ താങ്ങും. കാരണം മണ്ണിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു മലയിൽ ഈ ഒരു വശത്ത് വെള്ളം കെട്ടി നിന്നാലും മലയുടെ മറ്റേ അറ്റം വരെ നനയില്ല. ഈ വെള്ളം നനയുന്ന ഒരു പാത്തുണ്ട്, അതിന് ഫ്രിയാറ്റിക് ലൈൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഒരു മലയുടെ ഒരു സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ മലയുടെ അകത്തൂടെ ഒരു നനവിൻ്റെ ലൈൻ പോകും. ആ ലൈൻ ഇപ്പുറത്തുള്ളത് നനഞ്ഞിട്ടുണ്ടാവില്ല, അതിനകത്തുള്ളത് നനഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ നനയാത്ത ഭാഗത്തെ മല സ്ട്രോങ് ആയിട്ട് നിൽക്കും, അതിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ പോകുന്നില്ല, കാരണം അത് ചിത്രമൊക്കെ വരച്ച് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം മറ്റേ സൈഡ് നനഞ്ഞിട്ടില്ലെങ്കിൽ ഈ മല എത്ര വെള്ളത്തെ വേണമെങ്കിലും അവിടെ തടഞ്ഞു നിർത്തിക്കൊള്ളും. പക്ഷേ മഴ പെയ്ത് മറ്റേ ഭാഗം കൂടി നനയുമ്പോൾ അത് സോളിഡ് അല്ലാതാകും, പിന്നെ അത് ഒഴുകാനുള്ളൊരു മെറ്റീരിയലാവും. അതുകൊണ്ട് വെള്ളത്തിനകത്തുള്ള മണ്ണ് ഖരവസ്തുവിനെ പോലെയല്ല സ്വഭാവം, അത് ദ്രാവകത്തെ പോലെയായി മാറും. അതുകൊണ്ടാണ് ഈ പെരുമഴ പെയ്യുന്ന സമയത്ത് പല മലകളും പൊട്ടിയൊലിക്കാനുള്ള സാധ്യത. അപ്പോൾ പ്രത്യേകിച്ച് അത് മൺമലയാണെങ്കിൽ അത് പൊട്ടിയിരിക്കും. പെരുമഴയില്ലാത്ത സമയത്ത് മലയുടെ ഒരു വശത്തെ നനവുണ്ടാവുള്ളൂ, മറ്റേ വശത്ത് നനവുണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് പെരുമഴയില്ലാത്ത സമയത്ത് ചിലപ്പം അതിനകത്തും വെള്ളം ഉണ്ടാവില്ല, അത് പതുക്കെ വലിഞ്ഞ് ഈ മണ്ണിലേക്ക് പെർക്കുലേറ്റ് ചെയ്യും, മണ്ണിനകത്തേക്ക് വെള്ളം കയറും. മറിച്ച് പെരുമഴ പെയ്യുന്ന സമയത്ത് മണ്ണിൽ താഴുന്നതിനേക്കാൾ കൂടുതൽ സംഭരിക്കപ്പെടുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ മലയുടെ ഉള്ളിൽ വെള്ളം സംഭരിക്കപ്പെടും. അതുപോലെ ഈ മലയുടെ സൈഡിൽ നനവ് വന്നിട്ട് അത് ദ്രവീകരിക്കപ്പെടും. അപ്പം ഒന്നിച്ചങ്ങ് ഒഴുകിപ്പോരുകയാണ് ചെയ്യുന്നത്. ഈ ഒഴുകി വന്നു കഴിഞ്ഞാൽ വരുന്ന അപകടം, പിന്നെ അതിൻ്റെ ഊർജ്ജം മാറുകയാണ്. ഒഴുകി വരുന്ന വെള്ളത്തിന് പിന്നുള്ളത് ഗതികോർജ്ജമാണ്. അത് വളരെ കൂടുതലാണ്. ന്യൂട്ടൻ്റെ ലോ കേട്ടിട്ടുണ്ട്, F=ma. അത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. മൂവ് ചെയ്യുമ്പോഴാണ് ഈ ആക്സിലറേഷൻ വരുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാനീ പറഞ്ഞ സ്ഥാനികോർജ്ജമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആയി മാറും ഈ ഊർജ്ജം. അതുകൊണ്ടാണ് ഈ ഒഴുകി വരുന്ന വെള്ളത്തെ നമ്മൾ തടയാൻ പോയി കഴിഞ്ഞാൽ ഡാമുകൾ ഉൾപ്പെടെ പൊട്ടിപ്പോവും, ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഊർജ്ജം കൊണ്ടുപോകണമെങ്കിൽ. അത്രമാത്രം ഊർജ്ജം അതിനുണ്ടാവും, സ്ഥാനികോർജ്ജം അല്ലാതെ. അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ ഇപ്പോൾ പറ്റിയത് ഈ ഗതികോർജ്ജമാണ് ഇതിനെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. ഒരു വീട് അതിൻ്റെ വഴി നിന്ന് കഴിഞ്ഞാൽ അതിനെ തച്ചുടച്ച് കളയും, അതിൻ്റെ വഴിയിൽ എന്ത് നിന്നാലും അതിനെ തച്ചുടച്ച് കളയും. അതുകൊണ്ട് ഒഴുകുന്ന ദൂരം കൂടുന്തോറും ഇതിൻ്റെ ഊർജ്ജം കൂടുകയാണ്, ആക്സിലറേഷൻ കൂടും. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിലറേഷനാണ്. അപ്പോൾ എത്ര മാത്രം അത് ഒഴുകിയിരിക്കുന്നു അത്രയും. അതുകൊണ്ടാണ് ഡാമിൽ സംഭരിച്ച് വെച്ചിരിക്കുക, ഇപ്പോൾ ഇടുക്കി ഡാമിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിൻ്റെ ടർബൈനിലെത്തുമ്പോഴത്തേക്ക് അതിന് ടർബൈനെ ഇത്ര വേഗത്തിൽ കറക്കാൻ പറ്റുന്നത് അതിൻ്റെ സ്ഥാനികോർജ്ജം ഗതികോർജ്ജമായി മാറുന്നതുകൊണ്ടാണ്. ഈ ഗതികോർജ്ജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് ടർബൈനുകൾ തന്നെയുണ്ട്. ടർബൈനുകൾ 2 തരത്തിലുണ്ട്. സ്ഥാനികോർജ്ജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഗതികോർജ്ജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഗതികോർജ്ജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടർബൈനുകൾക്ക് സ്പീഡ് വളരെ കൂടുതലായിരിക്കും, പെൽറ്റൺ വീൽ എന്നൊക്കെ പറയും. അതേ തിയറിയാണ് ഇപ്പോൾ ഇതിലും വരിക. ഒഴുകി വരുന്ന വെള്ളത്തിൽ ഊർജ്ജം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പുത്തുമലയിൽ പൊട്ടിയ ആ വെള്ളം ഒഴുകി വന്ന് കിലോമീറ്റർ കണക്കിന് ഒഴുകി വന്ന് താഴേക്ക് എത്തുമ്പോൾ ചൂരൽമലയിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഗതികോർജ്ജം ഭയങ്കരമായിട്ട് മാറുകയാണ്, ഏതാനും കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്
ശാസ്ത്രീയമായ പഠനങ്ങളിൽ കൂടെ നമുക്ക് നേരത്തെ ഒന്നും അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഞാനീ പറഞ്ഞ പ്രകൃതി നൽകുന്ന ചില സൂചനകളുണ്ട്. ഒരുപക്ഷെ ആ പുഴയിലെ വെള്ളത്തിൻ്റെ നിറം മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എവിടെയോ മണ്ണ് ഇളകിയിട്ടുണ്ടെന്ന്. എന്ന് മാത്രമല്ല, വയനാട് ഭാഗത്തുള്ള മലകളെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് അവിടെ ഈ റോക്ക് ഹിൽസ് വളരെ കുറവാണ്. ഇപ്പോൾ പാലക്കാട് ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് തന്നെ മണ്ണ് മലകൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് നെല്ലിയാമ്പതി. അവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ റോഡുകൾ പലതും, ഞാൻ നെല്ലിയാമ്പതി പോകുമ്പോൾ എനിക്ക് സത്യത്തിൽ പേടി തോന്നാറുണ്ട്. കാരണം ആ റോഡ് വെട്ടിയിരിക്കുന്ന പലതും മൺമലയിൽ കൂടിയാണ്. ഈ മൺമലകളൊന്നും സ്ഥായിയല്ല. അതൊക്കെ നല്ലൊരു വെള്ളപ്പൊക്കവും നല്ലൊരു മഴയും വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുള്ള മലകളാണ്. അപ്പോൾ ഇതാണ് ശരിക്ക് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു താത്വികമായ അവലോകനം. സാധാരണ മനുഷ്യന് എത്ര മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും വയനാട് ഇത് ആവർത്തിക്കപ്പെടും. എന്ന് വെച്ചാൽ വയനാട്ടിലെ പല പ്രദേശത്തുള്ള മലകൾ ഇങ്ങനെയുള്ള മലകളാണ്. ഇങ്ങനെയുള്ള മലകളിൽ എത്ര കനത്തിൽ മണ്ണ് ഡീപ്പ്, ഈ മണ്ണെന്ന് പറയുന്നത് വെറും മണ്ണ് മാത്രമല്ല, അതിനകത്ത് ഉരുളുകളുണ്ട്, വലിയ പാറ. ഇപ്പോൾ ഉരുണ്ട് വന്ന ആ പാറയുടെ സൈസൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് 30 അടി 40 അടി 50 അടിയൊക്കെ വ്യാസമുള്ള പാറകൾ ഉരുണ്ട് വന്നിട്ടുണ്ട്. സാറിന് അത് അത്രയും ഉരുണ്ട് വരാൻ കാരണം ഞാനീ പറഞ്ഞ വെള്ളത്തിൻ്റെ ഗതികോർജ്ജം അതിനെ പിടിച്ചുകൊണ്ട് വരും, അതിനെ വലിച്ചിങ്ങ് കൊണ്ടുവരും. മറിച്ച് അപ്പോൾ ഈ പാറകൾ പലതും ഉരുൾ പൊട്ടിയിടത്തുണ്ടായിരുന്നതായിരിക്കില്ല, അതിൻ്റെ വഴിയിലുണ്ടായിരുന്നതാണ് ഉരുൾ. അപ്പോൾ ഈ ഉരുൾ പൊട്ടുന്നിടത്ത് അവിടുന്ന് ഇത്ര വലിയ പാറ താഴേക്ക് വരണമെങ്കിൽ നല്ല സ്ലോപ്പ് ഉണ്ടാകണം, എന്നാലേ ഉരുണ്ട വില വരുള്ളൂ. എന്നാൽ കുറേ കഴിഞ്ഞാൽ ഉരുളണമെന്നില്ല, ഈ ജലത്തിൻ്റെ ഊർജ്ജം തന്നെ ഇതിനെ കൊണ്ടുവരും. അപ്പോൾ താഴെ എവിടെയെങ്കിലും വലിയ പാറകളുണ്ടെങ്കിൽ അതിനെ ഈ വെള്ളം തന്നെ അടിച്ച് കൊണ്ടുവരും. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വശം. ഈ ഒരു സാങ്കേതിക വശം കേട്ടപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഇത് മനുഷ്യ സൃഷ്ടിയാണോ അതോ പ്രകൃതിയുടെ സൃഷ്ടിയാണോ, അതോ ഇത് ഈ പ്രകൃതിയിലുള്ളതാണോ? ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലൊക്കെ പ്രകൃതിയിലുള്ളതാണോ അതോ മനുഷ്യന്മാരുടെ കടന്നുകയറ്റം കാരണം സംഭവിച്ചതാണോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത്, മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? എന്താണ് അത്? ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താൻ മനുഷ്യ സഹജമായ ഒരു വാസനയാണ്. വയനാട്ടിൽ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലും മനുഷ്യനുമായിട്ടൊരു ബന്ധമില്ല. കാരണം വയനാട്ടിൽ ഉരുൾപൊട്ടൽ, ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്. വിർജിൻ ലാൻഡ്, ഡീവാസ്റ്റേറ്റഡ് ലാൻഡ്, ഇൻട്രപ്റ്റഡ് ലാൻഡ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് മനുഷ്യനൊരു പ്രയത്നവും ചെയ്യാത്ത ഭൂമിയാണ് വിർജിൻ ലാൻഡ്. അവിടേക്ക് മനുഷ്യൻ കടന്നു കയറി അതിനെ നശിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയിരിക്കുന്ന പുത്തുമല റേഞ്ചിലുള്ള മലകൾ മനുഷ്യൻ ഉപയോഗിക്കുന്നതല്ല. എന്നാൽ അതിന് ഏതാനും കിലോമീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടവും മറ്റുമാണ്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയത് മനുഷ്യൻ ഉപയോഗിച്ച സ്ഥലത്തു നിന്നല്ല. എന്ന് മാത്രമല്ല, ഈ മലകളെ ഇളക്കാൻ ചില മനുഷ്യ സ്വഭാവങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില ആക്ടിവിറ്റീസിന് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്വാറി, വെടിമരുന്ന് വെച്ച് പൊട്ടിക്കുന്ന ക്വാറിയുള്ള സ്ഥലത്താണെങ്കിൽ അതിന് ചുറ്റുമുള്ള മണ്ണിൽ ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഈ ക്വാറി വെടിമരുന്ന് വെച്ചാണല്ലോ പൊട്ടിക്കുന്നത്, അതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനൊരു സാധ്യതയുണ്ട് ചിലയിടത്ത്. അതുപോലെ ചിലയിടത്ത് ഈ സ്ലോപ്പ്, ഈ റോഡിനോ അല്ലെങ്കിൽ മറ്റ് റിസർവോയറിനോ ഒക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ സ്ലോപ്പ് ഇല്ലാതാവും. നാച്ചുറൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് ഒരു നാച്ചുറൽ സ്ലോപ്പുണ്ട്. അത് കളിമണ്ണിന് കുറവാണ്, തരിമണ്ണിന്, സാൻഡിന് കൂടുതലാണ്. ഇപ്പോൾ സാൻഡിനൊക്കെ ഏകദേശം ഒരു 30 ഡിഗ്രിക്ക് മേലെയൊക്കെ സ്ലോപ്പിൽ തന്നെ നിൽക്കാൻ കഴിയും. കളിമണ്ണ് അങ്ങനെയല്ല. കളിമണ്ണ് വെള്ളമില്ലാത്ത സമയത്ത് നല്ല വെർട്ടിക്കലായിട്ട് നിൽക്കും. പക്ഷേ ഇത്തിരി നനവ് വന്നു കഴിഞ്ഞാൽ അത് ഒഴുകി ഇങ്ങ് വരും. അപ്പോൾ ഒരു ചില കളിമണ്ണ്, അപ്പോൾ 0 to 90 ഡിഗ്രിയാണ് ഈ സ്ലോപ്പ് സാധ്യത. അത് മണ്ണിനനുസരിച്ചിരിക്കും. നല്ല പാറയാണെങ്കിൽ ഈ 90ക്ക് മുകളിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് ചരിച്ച് കെട്ടി അത് വേണം നിർത്താൻ പറ്റും, അത് പൊട്ടി വീഴില്ല. മറിച്ച് കളിമണ്ണാണെങ്കിൽ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടെങ്കിൽ തന്നെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ അത് ഒഴുകി വന്നു എന്ന് വരും. അപ്പോൾ മണ്ണിന് സ്വയം നിൽക്കാൻ പറ്റുന്ന ഒരു സ്ലോപ്പുണ്ട്. അതിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയും. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെല്ലെടുത്തോളൂ. നെല്ല് നമ്മൾ കൂന കൂട്ടുന്ന സുനിൽ കണ്ടിട്ടുണ്ടാകും. നെല്ല് കൂന കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എത്ര നെല്ല് കൊണ്ടുവന്നിട്ടാലും അതൊരു ത്രികോണാകൃതിയിൽ അങ്ങനെ നിൽക്കും. ആ ത്രികോണാകൃതിക്ക് കാരണം, ആ ത്രികോണാകൃതി എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് തിയറി അനുസരിച്ച് പറയാൻ പറ്റും. ആ നെല്ലിൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ മണ്ണിൻ്റെയും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അനുസരിച്ച് സ്വയം എങ്ങനെ നിൽക്കുമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ സ്വയം നിൽക്കുന്ന രീതി, അതിലൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ അതിനകത്തൊരു വിള്ളൽ, ഒരു ഫിഷർ ലൈൻ ഉണ്ടാവും.
ആ ലൈൻ ഒരു വീക്ക് ലൈനാവും. പിന്നീട് എപ്പോഴേലും എന്തെങ്കിലും അനക്കം തട്ടുമോ അല്ലെങ്കിൽ വെള്ളം വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ വെച്ചത് ഒഴുകി വരും. അപ്പോൾ ഈ ക്വാറികളുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഫിഷർ ലൈൻസ് ഉണ്ടാകാൻ വഴിയുണ്ട്. അത് മണ്ണിൽ മാത്രമല്ല, ക്വാറികൾ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കുമ്പോൾ പാറയിൽ കൂടി ഫിഷർ ലൈൻസ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ദൂരം മാത്രമായിരിക്കും എന്ന് മാത്രം. അത് വെടിമരുന്ന് ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോഴുപയോഗിക്കുന്ന ഡെറ്റണേറ്ററും ഗൺ പൗഡറും ഒക്കെ വീര്യം കൂടിയതാണ്. കാരണം ഒറ്റ പൊട്ടലിന് തന്നെ കൂടുതൽ ഏരിയ, അത് ലാഭകരമാണ്. കൂടുതൽ ഏരിയ പൊട്ടിച്ചു കഴിഞ്ഞാൽ ലാഭം കൂടുതലുണ്ടാക്കാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ കുഴികളാണ് എടുത്തിരുന്നത്, 1-2 കുഴി എടുത്തിട്ട്. ഇപ്പം സാധാരണ ഒരു വെടിമരുന്ന് വെക്കാൻ വേണ്ടി കുഴിക്കുന്നത് മാക്സിമം 5 അടിയാണ്. ഇപ്പം 10 അടി വരെ കുഴിക്കുന്നവരുമുണ്ട്. 5 അടിയുടെയാണ് സാധാരണ മെഷീൻ. കുഴിച്ചിട്ട് പണ്ടൊക്കെ 1-2 കുഴികളായിരുന്നു. ഇപ്പോൾ 10, 30, 50 കുഴികളൊക്കെ ഒന്നിച്ച് മറ്റേ സിനിമയിൽ കാണുന്ന പോലെ, KGF സിനിമയിൽ കാണുന്ന പോലെ നിരനിരയായിട്ട് കുഴികൾ വെച്ചിട്ട് പൊട്ടിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ പ്രകമ്പനം, അതിൻ്റെ വിറയൽ കിലോമീറ്റർ കണക്കിന് ദൂരെ ഭൂമിയിലേക്ക്, ഭൂമി പ്രകമ്പനത്തെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അതായത് വായുവിൽ ട്രാൻസ്മിഷൻ കുറവാണ് പ്രകമ്പനത്തിന് എപ്പോഴും ഒരു മീഡിയം വേണം. ഭൂമിയിൽ കൂടെ ചില ജീവികൾ തന്നെ, ഇപ്പോൾ പാമ്പൊക്കെ അത് സഞ്ചരിക്കുന്നതിന് ഭൂമിയിലെ ഈ പ്രകമ്പനത്തെ മെഷർ ചെയ്തിട്ടാണ് സഞ്ചരിക്കുന്നത്. അല്ല പാമ്പിന് കണ്ണും ചെവിയൊന്നുമില്ല. അത് ഭൂമിയിലെ അനക്കങ്ങളെ അതിൻ്റെ തൊലിയാണ് ഏറ്റവും വലിയ സെൻസറി ഓർഗൻ. അപ്പോൾ ഈ ഭൂമിയിൽ കിലോമീറ്ററോളം ദൂരത്തിൽ പ്രകമ്പനം ഉണ്ടാക്കാൻ ഈ വെടിമരുന്നുകൾക്ക് കഴിയും. അപ്പോൾ എല്ലായിടത്തും അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് ഈ മണ്ണിൻ്റെ കൂനയോ അല്ലെങ്കിൽ പാറയോ വീക്ക്നെസ് ഉള്ളതോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് എന്തെങ്കിലും വിള്ളലുകളുള്ളതുണ്ടെങ്കിൽ അത് വലുതാകാനിത് സഹായിക്കും. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ മനുഷ്യൻ്റെ, അതായത് വെടിമരുന്ന് വെച്ച് പൊട്ടിക്കൽ, തുരന്നെടുക്കൽ, ടണലുണ്ടാക്കൽ, സ്ലോപ്പിൽ മാറ്റം വരുത്തൽ റോഡുകൾക്കൊക്കെ വേണ്ടി, ഇതൊക്കെ ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പിനെ, അതായത് ഇടിഞ്ഞു വീഴാനുള്ള പ്രകൃതിദത്തമായ സാധ്യത കൂട്ടാം. പക്ഷേ അങ്ങനെയും സംഭവിക്കാം. ഇതൊന്നുമല്ലാതെ പ്രകൃതിയുടെ കാരണത്താലും സ്വയം ഉണ്ടാകാം. ഇപ്പോൾ വയനാട്ടിൽ പുത്തുമലയിലുണ്ടായത് മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടല്ല എന്ന് വിചാരിച്ച് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് മുമ്പ് എനിക്കൊരു കോടതിയുടെ കമ്മീഷണറായിട്ട് ഒരിക്കൽ പോകേണ്ടി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ പാറ, ഏകദേശം 300 അടി പൊക്കമുള്ളൊരു പാറ, അതിൻ്റെ മുകളിൽ 10-40 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്, ആദിവാസി കുടുംബങ്ങൾ. ഈ പാറയുടെ അടിയിൽ വലിയൊരു ക്വാറി വർക്ക് ചെയ്യുകയാണ്. അവിടെ ദിവസം കണക്കിന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ തവണ പൊട്ടിക്കുമ്പോഴും മുകളിലുള്ള ആളുകൾ വിറയ്ക്കുകയാണ് ആ പ്രകമ്പനം കൊണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കോടതിയെ സമീപിച്ചു. ഒരു പ്രകൃതി സംരക്ഷണ സമിതി അത് ടേക്കപ്പ് ചെയ്തു. എന്നോടതൊന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ പോയി പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ആ പാറയിൽ പലയിടത്തും, ഈ പൊക്കമുള്ള പാറയിൽ പലയിടത്തും പാറയാണ്, എന്നിട്ടും ഉറച്ച പാറയായിട്ടും ചിലയിടത്ത് വിള്ളലുകൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോറി ഉടൻ തന്നെ നിർത്തണമെന്നായിരുന്നു ഞാൻ കൊടുത്ത റിപ്പോർട്ട്. അത് നിർത്തുകയും ചെയ്തു പിന്നീട്. അത് പ്രകൃതി സംഘടനകൾ ഇടപെട്ട്, അതുകൊണ്ട് എല്ലായിടത്തും ഇത് സംഭവിക്കണമെന്നില്ല. ഇപ്പം ഈ വയനാട്ടിൽ മനുഷ്യൻ്റെ, അടുത്ത കാലത്ത് ചില മീഡിയയിൽ വരികയുണ്ടായി, മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള ക്വാറിയും കൊണ്ടാണ് വയനാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ മറ്റു പലത്തുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായ വയനാട്ടിലും വേറെ ചില സ്ഥലങ്ങളിലുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ മനുഷ്യൻ്റെ ക്വാറിങ് ഒരു തരത്തിലും സ്വാധീനിച്ചു. ക്വാറിങ് എന്നല്ല, മനുഷ്യൻ്റെ ഒരു പ്രവർത്തനവും അവിടെ സ്വാധീനിച്ചിട്ടില്ല. ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ പിന്നീട് വന്ന നാശനഷ്ടങ്ങളിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ ഭാഗമായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് റവീൻ ഏരിയ എന്ന് പറയും, അതായത് ഒഴുക്കിന് വരാൻ സാധ്യതയുള്ള ഏരിയ. ഒരു മല പൊട്ടി ഒഴുകിക്കഴിഞ്ഞാൽ അത് എവിടെ കൂടെയാണ് ഒഴുകി വരിക? താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടെയാണ് ഒഴുകി വരിക, അല്ലാതെ കുന്നിൻ്റെ മുകളിലേക്ക് അത് ഒഴുകാൻ നിൽക്കില്ലല്ലോ. വയനാട്ടിൽ ഈ പുത്തുമലയിൽ നിന്ന് പൊട്ടി ഒഴുകി വന്ന വെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന സ്ഥലങ്ങളിലായിരുന്നു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് മുഴുവൻ. 100 കണക്കിന് വീടുകൾ അതിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് മനുഷ്യൻ്റെ വിവരദോഷമാണ്. അതായത് ഒരു താഴ്വാരത്തിൽ മണ്ണ് പൊട്ടി ഒഴുകി വരാൻ സാധ്യതയുള്ള വഴികളിലായിരുന്നു ഈ വീട് മുഴുവൻ. ഇപ്പോൾ അതിൻ്റെ ഏരിയൽ ഫോട്ടോ നോക്കിയാലറിയാം, ഈ ഒഴുകി വന്നിരിക്കുന്ന വഴിയിലാണ് വീടുകൾ മുഴുവൻ. അപ്പോൾ അവിടെ കൊണ്ടുപോയി വീടുകൾ വെച്ച് എന്തിനാണ്? മനുഷ്യന് സൗകര്യത്തിന് വേണ്ടി, റോഡ് വെട്ടാൻ എളുപ്പം, അധികം കയറണ്ട മലയിലേക്ക്. അപ്പോൾ എന്ത് പറ്റി? മലയുടെ അടിവാരങ്ങളിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ വീട് വെച്ചത്. ഇത്രയും ഇപ്പോൾ തകർന്നു പോയ 200 ചില്ലാനും വീടുകളും ഏതാണ്ട് തകർന്നു നിൽക്കുന്ന 100-300 വീടുകളും എല്ലാം ആ വഴിയിലാണ്. അതിൽ കുറച്ചെങ്കിലും ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്ന കുറച്ച് മേളോട്ട് കയറിയുള്ള വീടുകളാണ്. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ അബദ്ധം പറ്റി. പ്രകൃതിയിൽ അവൻ ഇടപെട്ടപ്പോൾ
പ്രകൃതി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കാതെ ഇടപെട്ടു. അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു മേളിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് വരാൻ സാധ്യതയുള്ള വഴി ഇതാണ്. ഇന്നതെല്ലാം അറിയാം, കാരണം സാറ്റലൈറ്റ് സർവേ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന മല പൊട്ടിക്കഴിഞ്ഞാൽ ഏത് വഴി വരും. ഇപ്പം തന്നെ പലരും പല തിയറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഏത് വഴി വരും. ഞാനതിൽ കുറേ എണ്ണം നോക്കിയപ്പോൾ എനിക്ക് സെൻസിബിളാണെന്ന് തോന്നി. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി വരെ ഏത് വഴി വരും, ഇടുക്കി ഡാം കഴിഞ്ഞാൽ അത് ഏത് വഴി വരും, ഏത് 3 കൈവഴികളായിട്ട് എങ്ങനെ പിരിയാം, ഇതൊക്കെ സാധ്യതകൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വയനാട്ടിൽ ഏത് മല പൊട്ടിയാലും ഏത് വഴി വരുമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനിയെങ്കിലും അത് പഠിക്കണം. അതുകൊണ്ട് ആ വഴിയിൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. പൊട്ടാൻ സാധ്യതയുള്ള മലകളും നമുക്കറിയാം. കാരണം ഈ മലകളുടെ സോയിൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മലകൾ നമ്മൾ നിത്യോപയോഗത്തിലില്ലെങ്കിലും അവിടെ കയറി ചെന്നത് പഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പോഴുള്ള റഡാർ സിസ്റ്റം വെച്ചിട്ടും അതുപോലെ ഹൈഡ്രോ ജിയോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടും ഏത് തരത്തിലുള്ള മണ്ണാണ്, ഉരുളുകളുണ്ടോ, എത്ര ആഴത്തിലുണ്ട്, ഇതൊക്കെ പഠിക്കാൻ ഒരു വിഷമവുമില്ല. ഏത് മല പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് വരെ വേണമെങ്കിൽ അറിയാം. അതെല്ലായിടത്തും പോയി പഠിക്കണ്ട. സഹീപർവ്വതം മുഴുവൻ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ജനവാസ മേഖലയുള്ള സ്ഥലത്ത് അതിൻ്റെ മുകളിലുള്ള മലകളിൽ അത് പൊട്ടാൻ സാധ്യതയുള്ള മലകളാണോ, ഇത് മൺമലകളാണോ, ഇത് പാറക്കെട്ടുകളാണോ. ഇനി പാറക്കെട്ടുകളാണെങ്കിലും അതിൻ്റെ മുകളിൽ മണ്ണുണ്ടാവും ചിലപ്പം, അതൊഴുകി വരാം. അപ്പോൾ പല പാറക്കെട്ടുകളുടെ മുകളിലും മീറ്റർ കണക്കിന് 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ ഒക്കെ മണ്ണുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതൊരു മെറ്റമോർഫിസം വഴി വരുന്ന മണ്ണുകളാണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറിയതാണ്. ഇനി അതിൻ്റെ മുകളിൽ വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ ഈ ചെടികളുള്ളൂ. നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ ഈ മല മുഴുവൻ ചെടികൾ, അത് തെറ്റാണ്. റൂട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരടിയേ ഉള്ളൂ. റൂട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെടികളുടെ വേര് മാക്സിമം ഒരടിയേ പോകാറുള്ളൂ. പിന്നെ വലിയ ആഴത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ അശോക മരത്തിൻ്റെയൊക്കെ മീറ്ററുകൾ കണക്കിന് പോകാറുണ്ട്. പല മരങ്ങളുടെയും സ്പ്രെഡ് റൂട്ടാണ്. സ്പ്രെഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 അടി താഴ്ച വരെ അത് പോകും, ചുറ്റിനൊക്കെയാണ് പോകുന്നത് പല മരങ്ങളുടെ. അതൊന്നും മണ്ണൊലിപ്പ് തടയില്ല. പിന്നെ ഡീപ്പ് റൂട്ടായിട്ട് പോകുന്ന ചില മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളൊക്കെ വളരെ കുറവാണ് പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ, വളരെ അപൂർവമായിട്ടാണ്. ഈ പാറയിൽ പിടിച്ചു നിൽക്കുന്ന മരങ്ങൾ തന്നെയുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഒഴുകി പോരും. ഇതൊക്കെ പഠിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും പഠിക്കണമെന്നില്ല. മനുഷ്യവാസ മേഖലയിൽ ഇതെങ്ങനെ ഇപ്പോൾ വയനാട്ടിലെ മലകൾ പൊട്ടുന്ന പാറ്റേൺ പഠിച്ചിരുന്നെങ്കിൽ ആ വീട് വെച്ച പാറ്റേൺ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. ഒരു ചാല് പോലെ ഒഴുകി വന്നിരിക്കുകയാണ്, എല്ലാ വീടുകളും ആ ചാലിൽ തന്നെയാണ്. അതായത് കൃത്യമായിട്ട് നമ്മളൊരു വഴിയായിരുന്നു. കുട്ടികൾ ഒരു കനാലുണ്ടാക്കി പഠിക്കുകയാണെന്ന് വെച്ചോളൂ. കുറച്ച് ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട് അത് ഒഴുകി വരാൻ പറ്റുന്ന ഒരു ചാലിൽ മാത്രം തീപ്പെട്ടി കൂടുകൾ കൊണ്ടുവച്ച് വീടുകളുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും. മേളിൽ നിന്ന് അത് ഒഴുകി വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഈ തീപ്പെട്ടി കൂടുകളെല്ലാം ഒലിച്ചു പോകുന്ന പോലെ അങ്ങനെയാണ് വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ ഒരു അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ ഘടകമാണ്. ഇനിയെങ്കിലും വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി വീട് വെക്കുമ്പോൾ ഇത് പഠിച്ചിട്ടേ ചെയ്യാവൂ. ആ മലയെക്കുറിച്ചും ആ വാസസ്ഥലത്തെക്കുറിച്ചും അതിപ്പോൾ കേരള സർക്കാരിന് അത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ടീം, എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ ഉള്ളൊരു ടീം ഈ പുനരധിവാസത്തിന് സഹായിക്കാവുന്ന സർക്കാരിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റാണ്, EIA. നമ്മൾ വാസസ്ഥലം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് വരാവുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടേ ഇത്രയും മനുഷ്യരെ അവിടെ കൊണ്ടുപോയി അധിവസിപ്പിക്കാവൂ. ഇപ്പോൾ തന്നെ നമുക്കൊരു 400 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ദുരന്തമാണ്. ഇനിയും എത്ര പേര് മരിച്ചില്ല എന്ന് നമുക്ക് ഇപ്പോഴും കണക്കായില്ല. ഒരാൾ മരിക്കുന്നത് തന്നെ ഒരു ദുരന്തം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി പഠിച്ച് തയ്യാറായിട്ട് വേണം നമ്മളതിലേക്ക് പോകാൻ. തീർച്ചയായിട്ടും നമ്മൾ ഉരുൾപൊട്ടലിനെ കുറിച്ചും അതിൻ്റെ എന്താണ്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാർ അവസാനം പറഞ്ഞൊരു കാര്യം വയനാടിൻ്റെ പുനരധിവാസമാണ്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇനിയെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ ഇപ്പോഴല്ല, നമുക്ക് അടുത്ത അധ്യായത്തിൽ സംസാരിക്കാം. ഈ ഒരു അധ്യായത്തിൽ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ സമയക്കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ